വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി ആൾക്കൂട്ടാക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. അട്ടപ്പള്ളത്ത് നടന്നത് ആൾക്കൂട്ട കൊലയെന്നും ആംബുലൻസിലും ആശുപത്രിയിലും വെച്ച് ആക്രമിച്ചെന്നും കുറ്റപത്രത്തിലുണ്ട്. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഒരു കോടതി ജാമ്യം കൊടുത്ത് അത്ര പെട്ടെന്നൊന്നും കൊടുത്തു ജാമ്യം ക്യാൻസലാവില്ല. കാരണം കോടതി കൊടുത്ത് അതിൻ്റെ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. പിന്നെ 5 മാസമായതേ ഉള്ളൂ. അതിൽ വിക്ടിം പറയുന്നത് അന്യ സംസ്ഥാന ഛത്തീസ്ഗഡ്. അതിന് വലിയ ചലഞ്ച് അല്ല. ഒരു സാക്ഷികൾ ഒരാളും മുന്നോട്ട് വന്ന് പറയില്ലല്ലോ. ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭാഗേൽ കൊല്ലപ്പെട്ട കേസിൽ 8 പ്രതികൾക്കെതിരെ കൊലപാതകം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയിൽ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുറ്റപത്രം നൽകിയത്. കേസിൽ ആകെ 9 പ്രതികളാണെങ്കിലും 6ാം പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം തൂങ്ങി മരിച്ചിരുന്നു. വാളയാർ പാമ്പമ്പള്ളം കല്ലങ്കാട് സ്വദേശി എ അനു, കിഴക്കേ അട്ടപ്പള്ളം സ്വദേശികളായ എൻ ആനന്ദ്, എം രാജേഷ്, എം ഷാജി, വി ജഗദീഷ് കുമാർ, മഹാളിക്കാട് സ്വദേശികളായ സി പ്രസാദ്, സി മുരളി എന്നിവരാണ് കേസിലെ പ്രതികൾ. ജാമ്യത്തിലായിരുന്ന കേസിലെ 6ാം പ്രതി വിനോദ് കുമാർ ഏപ്രിൽ 8-ന് തൂങ്ങി മരിച്ചിരുന്നു. കൊലപാതകത്തിന് പുറമെ ജാതീയമായും വംശീയമായും അധിക്ഷേപിക്കൽ, ആൾക്കൂട്ട ആക്രമണം, സംഘം ചേർന്ന് തടഞ്ഞുവെക്കൽ, പട്ടികജാതി വിഭാഗക്കാർക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകളും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികൾ കൃത്യം നടത്തിയത്. കള്ളനെന്ന് ആക്ഷേപിച്ച് മർദ്ദിച്ച ശേഷം രാംനാരായണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിൽ പ്രതിയായ പ്രസാദ് കയറുകയും ആംബുലൻസിലും ആശുപത്രിയിലും വെച്ച് ആക്രമിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. സംഭവം നടന്ന് 5.5 മാസം കഴിഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സാഹചര്യ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, 82 സാക്ഷികളുടെ മൊഴികൾ എന്നിവ ഉൾപ്പെടെ 2704 പേജുള്ള കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി PM ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സമർപ്പിച്ചത്. അട്ടപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നുപെടുകയും അവിടെ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്ന സംശയമുണ്ട്. അപ്പോൾ എന്തോന്നറിയില്ല, ആൾക്കാർ കള്ളനാണെന്നൊരു സംശയത്തിൽ ഇയാളെ പിടിച്ചു വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ അവരോട് പറയുന്നുണ്ട് അവരൊരു SC വിഭാഗമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ വന്നവരും അത് കൂട്ടാക്കാതെ അവനെ അടിക്കുകയും, അപ്പോൾ ബംഗ്ലാദേശിയാണോ ചോദിക്കും. ഭാഷയുടെ ഒരു പ്രശ്നം വന്നുകൊണ്ട് ബംഗ്ലാദേശി ചോദിക്കുമ്പോൾ ഇവന് ഹിന്ദിയിലാണോ എന്തോ പറഞ്ഞതുകൊണ്ട് ഇവർ ബംഗ്ലാദേശിയാണ് ധരിച്ചുകൊണ്ട് ബംഗ്ലാദേശി എന്ന് വിളിച്ചിട്ട് വളരെ ബ്രൂട്ടലായിട്ട് തന്നെ അടിച്ച് പരിക്കേൽപ്പിച്ചു. എല്ലാവരും വടിയും കൊണ്ടും അതേപോലെ തന്നെ കയ്യും കൊണ്ടും കാലുകൊണ്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. ആ സമയത്ത് നമ്മുടെ വാളയാർ പോലീസ് സ്ഥലത്തെത്തി ആംബുലൻസ് വരുത്തിച്ച് ഇങ്ങനെ മരണപ്പെട്ട ആളെ, അദ്ദേഹത്തെ എന്താണ് പേര്, നാളെ ഇവിടെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഡിവൈഎസ്പി PM ഗോപകുമാർ, SI M അജിത്, SIമാരായ R ബാബു, N രാജ, സിവിൽ പോലീസ് ഓഫീസർ ബിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. 2025 ഡിസംബർ 17 വൈകിട്ടാണ് ഈസ്റ്റ് അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭാഗേൽ ആൾക്കൂട്ടാക്രമണത്തിന് ഇരയായത്. മോഷണം ആരോപിച്ച് ആൾക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്ന് രാത്രി മരിച്ചു. കേസിൽ പ്രതികൾ 90 ദിവസം റിമാൻഡ് പൂർത്തിയാക്കിയതിനാൽ എല്ലാവർക്കും സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.